അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി ക്രാബും ചെമ്മീനുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കായം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ക്രാബ് ഫ്രോസനാണ്, അത് ചെറുതായി അരിഞ്ഞിട്ട് അതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് അതും കായം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെമ്മീൻ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാം. ചെമ്മീൻ പൊരിക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ പൊരിച്ചാലാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കക്കനൊക്കെ നന്നായി തന്നെ കിട്ടും. ഫ്രൈ പാനാലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. എന്നിട്ട് ചെമ്മീൻ ഇതേപോലെ ഇരുമ്പ് ചട്ടിയിൽ പൊരിച്ചതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് സവാളയും ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെമ്മീനൊന്ന് ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷമാണ് കേട്ടോ ഇതിട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സവാള പെട്ടെന്ന് കരിയും. ചെമ്മീൻ വെന്തതിന് ശേഷം സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കുറച്ച് ആവശ്യത്തിന് ചെമ്മീൻ എത്ര എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യട്ടോ. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ക്രാബ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ക്രാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. സവാളയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം. ഫ്രോസണാണ് കേട്ടോ ക്രാബ്, അല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാൻ പറ്റും. ഒന്ന് വേവിച്ചിട്ട് പൊരിച്ചാൽ മതി കേട്ടോ ക്രാബ്. എന്നിട്ട് അതിന് ശേഷം ഞാനിന്ന് ഒരു മീൻകറി വെക്കുന്നുണ്ട്. തളയനാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, വേപ്പില, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം വറുത്തെടുക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്താൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലിട്ട് കൊടുക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും. മല്ലിപ്പൊടി മാത്രം വറുത്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുള്ളത്. കുടംപുളി ഇതിലേക്ക് 4 കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് തക്കാളി, പച്ചമുളക് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിന് ശേഷം നന്നായി വെന്ത് വരുമ്പോഴാണ് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച തളയന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വലുതാണ് കേട്ടോ തളയന്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി വെച്ചാൽ. നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ട് കമൻറ്റ് പറയണം. തളയനൊക്കെ കിട്ടുമ്പോൾ അതേപോലെ തന്നെ അയില വലുത് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കറി വെച്ചാൽ ടേസ്റ്റാണ്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ട് വെച്ചെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്പ്പ് രസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. പിറ്റന്നാളൊക്കെ ഈ കറി കൂട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താലും മതി, അല്ലെങ്കിൽ വട്ടന അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ആ ചെറുനാരങ്ങ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും വേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചുവന്നുള്ളി ഒന്നും ഇടരുത് കേട്ടോ, ഉലുവ മാത്രം മതി. കുറച്ച് അത് മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങ നിങ്ങൾ മറക്കാതെ തന്നെ ഇതിലിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.